So hello guys, welcome to TinkerHub MESM. So in the section നമ്മൾ ഡാഷ്ബോർഡാക്കി നമ്മൾ നോക്കാൻ പോകുന്നത്. സോ നമുക്ക് തുടങ്ങാം. സോ നമ്മൾ ഡാഷ്ബോർഡിൽ നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ let me load it. സോ നമ്മൾ ഡാഷ്ബോർഡിൽ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡാഷ്ബോർഡ് എടുത്താൽ കാണാൻ പറ്റും TinkerHub admin. സോ നമ്മൾ ഓതറിഫിക്കേഷൻ ചെയ്തു. ഡാഷ്ബോർഡിലേക്ക് ഇപ്പോൾ ഞാൻ ഡാഷ്ബോർഡിലേക്ക് അല്ലാണ്ട് പോകാൻ നോക്കിക്കഴിഞ്ഞാൽ പോവില്ല, നേരെ ഓതറിഫിക്കേഷനിലേക്ക് വരും. ഇതുവരെ നമ്മൾ ഫുള്ളായിട്ട് ചെയ്തു. ഇനി നമുക്ക് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞാൽ ലോഗിൻ ചെയ്തു, ഡാഷ്ബോർഡിലേക്ക് കയറി. ഞാൻ ഡാഷ്ബോർഡിൽ നാവിഗേഷൻ ബാർ ജസ്റ്റ് കൊടുത്തു, ആൻഡ് ജസ്റ്റ് സിമ്പിൾ ടേബിൾ കൊടുത്തു. ടേബിളിൽ ഡാറ്റ ഒന്നുമില്ല, ജസ്റ്റ് ഇത് ഡമ്മി വെറുതെ HTML തന്നെ എഴുതിയതാണ്. സോ നമുക്ക് ഇന്നത്തെ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേബിളിലേക്ക് ഡാറ്റ എങ്ങനെ കാണിക്കാൻ പറ്റും, ലൈക്ക് വ്യൂ ചെയ്യാൻ പറ്റും നമ്മുടെ ഡാറ്റാബേസിൽ. സോ നമ്മുടെ ഡാറ്റാബേസ് എടുക്കാം, നമ്മുടെ ഡാറ്റാബേസ് ഓക്കെ. സോ നമ്മുടെ ഡാറ്റാബേസ് എടുക്കാം. അതിൽ നമ്മുടെ ഡാറ്റാബേസ് TinkerHub എന്നായിരുന്നു അല്ലേ. TinkerHubൽ പബ്ലിഷർ എന്ന് പറഞ്ഞ ടേബിൾ നമ്മൾ ഉണ്ടാക്കിയിരുന്നു. അതേപോലെ നമുക്ക് വേറൊരു ടേബിൾ ഉണ്ടാക്കാം. വേറൊരു ടേബിളിൻ്റെ പേര് ലൈക്ക് ബ്ലോഗ് പോസ്റ്റ് then ID, then name, then ID, name, then what description. Okay, description and blog okay, ഇങ്ങനെ ഇട്ടു. നമുക്ക് ഇവിടെ varchar and this is also blog, right? So blog കുറേ ടെക്സ്റ്റ് ഉണ്ടാവുമല്ലോ, അപ്പോൾ നമുക്ക് ലോങ് ടെക്സ്റ്റ് കൊടുത്തു 33 അങ്ങനെ തന്നെ കീപ്പ് ചെയ്യാം. ഓക്കെ, ദെൻ നമുക്ക് ഇത് ഓട്ടോ ഇൻക്രിമെൻ്റ് കൊടുക്കാം. ആൻഡ് പ്രൈമറി കീ നമ്മുടെ ID, ജസ്റ്റ് സിമ്പിൾ MySQL തിങ്. ഓക്കെ, ദെൻ നമുക്ക് സേവ് ചെയ്യാം. ഓക്കെ, കമോൺ സേവ്. ഓക്കെ, നമ്മുടെ സേവായി. ബ്ലോഗ് പോസ്റ്റ് ടേബിൾ നമ്മുടെ സേവ് ആയിട്ടുണ്ട്. ആൻഡ് നമുക്ക് ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്കൊരു ഡമ്മി ഡാറ്റ, ജസ്റ്റ് ഡമ്മി ഡാറ്റ നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. ആൻഡ് ID 1, നെയിം ബ്ലോഗ്, ടൈറ്റിൽ അതല്ല സോറി ട്ടോ, ബ്ലോഗ് description. Okay, then this is dummy data, just dummy data കിട്ടി. ആൻഡ് നമുക്ക് ഇത് സേവ് ചെയ്യാം. ഓക്കെ, സേവ് ചെയ്യാം. സോ അത് സേവായി. ഓക്കെ, നമ്മൾ ഡാറ്റ സേവ് ചെയ്തു. ആൻഡ് ഇത് നമുക്ക് ഇനി വ്യൂ ചെയ്യണം, അതാണ് നമ്മുടെ മെയിൻ ടാസ്ക്. സോ വ്യൂ ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം സിമ്പിളായിട്ട് നോക്കാം. എന്നിട്ട് നമുക്ക് HTMLലേക്ക് അത് കൊടുക്കാം. ആദ്യം വ്യൂ ചെയ്യാൻ നമുക്ക് എന്താണ് ഡാറ്റാബേസ് ആയിട്ട് കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ഡാറ്റാബേസിൽ നിന്ന് ഒരു ഡാറ്റ എന്തെങ്കിലും ആക്സസ് ചെയ്യാനായിട്ട് നമുക്ക് ഡാറ്റാബേസ് കണക്ട് വേണം, നമ്മുടെ MySQL കണക്ട് വേണം അല്ലേ. അപ്പോൾ നമ്മൾ ചെയ്തിരുന്നു, ഇവിടെ ഒരു ഫയൽ MySQL കണക്ട് ചെയ്തിരുന്നു. സോ നമുക്കത് ആക്സസ് ചെയ്യാം. സോ ആക്സസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ ചെയ്ത് കഴിഞ്ഞാൽ ഇൻക്ലൂഡ് കൊടുത്തിട്ടാണ് നമ്മൾ ആക്സസ് ചെയ്തത്, ഈ സെർവർ ഡോക്യുമെന്റ് റൂട്ട് ബ്ലാ. സോ നമുക്ക് ഇതല്ലാണ്ട് ഈ സെർവർ ഡോക്യുമെന്റ് റൂട്ട് അല്ലാണ്ട് തന്നെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും, സാധാരണ എല്ലാ ലാംഗ്വേജ് ചെയ്യണമല്ല, ഡോട്ട് വെച്ചിട്ട്. ഓക്കെ, നമുക്ക് കാട്ടിത്തരാം. ഇത് എപ്പോഴും അത്രയും റെക്കമെൻഡഡ് അല്ല, ഇത് നമുക്ക് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ്. സോ ഇൻക്ലൂഡ് ഞാൻ കൊടുത്തു, ദെൻ ഡോട്ട് കൊടുത്തു കഴിയുമ്പോൾ ഇപ്പം നമ്മളുടെ ഈ ഡാഷ്ബോർഡിൻ്റെ ഉള്ളിലായിരിക്കണം അല്ലേ. ഇത് നമുക്ക് // കൊടുത്തു കഴിയുമ്പോൾ ഇത് ജസ്റ്റ് ഒരു ഡയറക്ടറി ബിഹൈൻഡ് പോകും, പാരന്റിലേക്ക് പോകും, അഡ്മിനിലേക്ക് വരും. ഇപ്പം നമ്മളുടെ // കൊടുത്തപ്പോൾ അഡ്മിൻ ഫോൾഡറിലാണ് വന്നിരിക്കുന്നത്. ഈ അഡ്മിൻ ഫോൾഡറിൽ എവിടെയാണ് MySQL കണക്റ്റ്, MySQL ഫോൾഡറിൻ്റെ ഉള്ളിലാണ് MySQL കണക്റ്റ് .php ഇരിക്കുന്നത് അല്ലേ, കറക്റ്റ് അല്ലേ. സോ നമ്മൾ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഇനി MySQL കണക്റ്റ് .php എന്ന് കൊടുത്താൽ മതി. സോ ഞാനിത് കോപ്പി ചെയ്തു. ആൻഡ് ഇപ്പോൾ നോക്കിയേ, ഇനി MySQL കണക്റ്റ് ഇവിടെ നമ്മൾ അഡ്മിനിലേക്ക് വന്നു. ദെൻ MySQL ഫോൾഡറിൻ്റെ ഉള്ളിലേക്ക് പോയി. ദെൻ അവിടെ ഏതാണ് ഫയലിൻ്റെ പേര്, MySQL.php, ആ ഫോൾഡറിലേക്ക് വന്നു. സിമ്പിൾ, കണ്ടില്ലേ, ഇത്രേ ഉള്ളൂ. സോ നമ്മൾ MySQL ഫയലിലേക്ക് കണക്റ്റ് ആയി.
ജസ്റ്റ് ആയോ ഇല്ലയോ എന്നറിയാനായിട്ട് നമ്മളുടെ ഫയൽ എടുക്കുക, റീലോഡ് ചെയ്യുമ്പോൾ എറർ ഒന്നും കാട്ടിയില്ലെങ്കിൽ ഓക്കെയാണ്, വർക്കിംഗ് ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസ് ചെയ്യണം. MySQL കണക്ട് ചെയ്തിട്ട് മാത്രം കാര്യമില്ലല്ലോ, നമുക്ക് ക്വറി കൊടുക്കണം. സെലക്ട് സ്റ്റാർ ഫ്രം നമുക്ക് ക്വറി ഉണ്ടല്ലോ, അത് കൊടുക്കണം അല്ലേ. സോ നമുക്കത് കൊടുക്കാം. അത് കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മുടെ ക്വറി കൊടുക്കാം. സെലക്ട് സ്റ്റാർ, നമുക്ക് സ്റ്റാർ കൊടുക്കാം എല്ലാ ഡാറ്റ ആക്സസ് ചെയ്യാനായിട്ട്. ഓക്കെ, നമ്മുടെ ടേബിളിൻ്റെ പേര് എന്താ നമ്മൾ ഇനീഷ്യലൈസ് ചെയ്ത ടേബിളിൻ്റെ പേര് ബ്ലോഗ് പോസ്റ്റ് എന്നാണല്ലോ നമ്മുടെ ടേബിളിൻ്റെ പേര് ഇനീഷ്യലൈസ് ചെയ്ത. ഓക്കെ, സോ ബ്ലോഗ് പോസ്റ്റ്, ദെൻ നമ്മുടെ ക്വറി എക്സിക്യൂട്ട് ആണ്. ഇനി നമുക്ക് വ്യൂ ചെയ്യണമല്ലോ അല്ലേ, വ്യൂ ചെയ്യാനായിട്ടാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ ഇവിടെ കളഞ്ഞേക്കാം. ഓക്കെ, നേരത്തെ നമ്മൾ ചെയ്ത പോലെ നമ്മുടെ DB കണക്റ്റിൻ്റെ സെക്ഷൻ നമ്മൾ ചെയ്ത പോലെ തന്നെ ആദ്യം കറക്റ്റ് കൊടുത്ത് ക്വറി എക്സിക്യൂട്ട് ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഇഫിൽ വന്നിട്ട് അതിൽ ഡാറ്റ ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യും. ഇഫിൻ്റെ ഉള്ളിൽ ഡാറ്റ ഉണ്ടെങ്കിൽ മാത്രം ഈ വൈൽ ലൂപ്പിലേക്ക് പോകും, ഇല്ലെങ്കിൽ നോ റിസൾട്ട് എന്ന് പറഞ്ഞ് ഒരു എക്കോ പ്രിന്റ് ചെയ്യും. ഓക്കെ, സോ നമുക്ക് വൈൽ ലൂപ്പിൻ്റെ ഉള്ളിലേക്ക് ഇപ്പോൾ ഡാറ്റ ഒരെണ്ണം ഉണ്ട്, അപ്പോൾ വൈൽ ലൂപ്പിൻ്റെ ഉള്ളിലേക്ക് പോകും, വൈൽ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും അല്ലേ. ആൻഡ് നമ്മളുടെ നമുക്ക് കിട്ടുന്ന ഡാറ്റ എന്ന് പറയുന്നത് അസോസിയേറ്റീവ് അറേ ആയിരിക്കുള്ളൂ അല്ലേ. അപ്പോൾ ഈ റോൻ്റെ ഉള്ളിലുള്ള ഒരു അറേ ആയിക്കുള്ളൂ ഡാറ്റ ഇരിക്കുന്നത്, കീപ്പ് ആവുന്നത്. ഓക്കെ, സോ നമ്മൾ എങ്ങനെ ആക്സസ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഇതിന് റോ അല്ലേ, ആൻഡ് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കോളത്തിൻ്റെ പേര് കൊടുക്കുക. പേര് നമുക്ക് അവിടെ നെയിം ചെയ്യാം. ഓക്കെ, അസോസിയേറ്റീവ് അറേൻ്റെ ഇൻഡെക്സ് ആയിട്ട് കീ ആയിട്ട് എന്നിട്ട് നമ്മൾ ജസ്റ്റ് നെയിം ഒന്ന് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ just look it out. Wait, there is some kind of an error. Wait, let me check. There is an error actually. Oh sorry, yeah, ഞാൻ എക്കോ ചെയ്തില്ല. സോറി, എക്കോ ചെയ്തില്ല, അതാണ് കാണിക്കാതെ. ഓക്കെ, കണ്ടില്ലേ, ബ്ലോക്ക് ടൈറ്റിൽ എന്ന് വന്നു. ഓക്കെ, ഫൈൻ. നമ്മിപ്പോൾ എങ്ങനെ ഡാറ്റ ഇങ്ങോട്ടേക്ക് എടുക്കണമെന്നൊരു ഏകദേശം ഒന്നും കൂടി ഇതാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് ഈ സാധനം ഇതിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കാം അല്ലേ. നമ്മൾ ഇവിടെ ഡാറ്റ SD നമ്മൾ കൊടുത്തിട്ടുണ്ടല്ലോ, ഇത് മാറ്റി നമ്മളുടെ ഡാറ്റയിലേക്ക് കൊണ്ടുവരാം. ഓക്കെ, സോ അതായിരിക്കും നമ്മുടെ അടുത്ത സെക്ഷൻ, അടുത്ത വീഡിയോ.